ABC മലയാളത്തിൽ ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് CP ജോൺ സാറാണ്. നമസ്കാരം സർ. സർ, വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലത്തെ സമ്മേളനത്തിലൊക്കെ വലിയ രാഷ്ട്രീയ പരാമർശങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. വിഴിഞ്ഞം ഈസിക്കൽ ടു അതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു CPM അല്ലെങ്കിൽ LDF എന്നുള്ളത് പോയിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ ഈ ക്രെഡിറ്റ് തട്ടിയെടുക്കലല്ലല്ലോ യഥാർത്ഥ ലക്ഷ്യം. നമുക്ക് നാട്ടിലൊരു വലിയ പുരോഗതി വന്നു. അതിൽ പങ്കാളികളായ എല്ലാവർക്കും, അതിൽ പണിയെടുത്ത കരിങ്കൽ തൊഴിലാളികൾ മുതൽ അതിന് മുമ്പ് പണിയെടുത്തിട്ടുള്ള ആളുകൾക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാം നന്ദി പറയുകയായിരുന്നു കേരള ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം ഇതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കുക എന്നുള്ള വളരെ വില കുറഞ്ഞ, വളരെ ചീപ്പായിട്ടുള്ള ഒരു പണിയാണ് ഇന്നലെ നമ്മുടെ നാട്ടിൽ നടന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് 91 മുതൽ ബന്ധപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ലേബർ വെൽഫെയർ ബോർഡിൻ്റെ ചെയർമാനാണെങ്കിലും നേരിട്ട് അതിൽ ബന്ധമൊന്നുമില്ല. 2001 ആയപ്പോൾ പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്നുള്ള എനിക്ക് വളരെ അടുത്ത ബന്ധം. 2001 തൊട്ട് 6 വരെയും അതിനുശേഷം 11 തൊട്ട് 16 വരെയും വിഴിഞ്ഞം പോർട്ടിൻ്റെ ഔദ്യോഗികമായ കാര്യങ്ങളിലും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് CPMൻ്റെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി അടിസ്ഥാനപരമായി എന്താണ്? അടിസ്ഥാനപരമായി അത് BOT ആണ്, അല്ലെങ്കിൽ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. ഇതൊരു പബ്ലിക് പോളിസിയാണ്. സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്ന നയത്തിൻ്റെ ഉൽപ്പന്നമാണ് വിഴിഞ്ഞം. അതിൻ്റെ ഏറ്റവും നല്ല ഉൽപ്പന്നം 91-96 നമുക്ക് കിട്ടി. അതാണ് സിയാൽ. വിഴിഞ്ഞം മാത്രമല്ല, നമ്മുടെ കൊച്ചിൻ എയർപോർട്ട്, ഇത് രണ്ടും കരുണാകരൻ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടിയാണ്. നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെയും മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിട്ടുള്ള ആ കാലഘട്ടത്തിൻ്റെയും പ്രോഡക്റ്റാണ്. അന്ന് അതിനെ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തിയായിട്ട് എതിർക്കുകയാണ് CPMഉം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തത്. പക്ഷേ CMPയെ സംബന്ധിച്ച് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു, ചൈന ഇതാണ് ചെയ്തത്. ചൈന അവരുടെ വികസനത്തിൽ 78-ന് ശേഷം ചെയ്ത കാര്യങ്ങൾ ഇന്ത്യ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ചൈനയ്ക്ക് പുറകെ പോയത്. അതുകൊണ്ട് ആ ചൈനീസ് നയം എടുക്കണമെന്ന് ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞു. നരസിംഹറാവും മൻമോഹൻ സിംഗും ഒക്കെ അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് അവരും പറഞ്ഞു. അപ്പോൾ ഒന്നാമതായിട്ട് വിഴിഞ്ഞവും അതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ടും, സിയാലും കൊച്ചിൻ എയർപോർട്ടും, അത് രണ്ടും ഒരു നാണയം തന്നെയാണ്. രണ്ട് വശമല്ല, ഒരേ നാണയമാണ്. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് പരിയാരം മെഡിക്കൽ കോളേജ്. പരിയാരം മെഡിക്കൽ കോളേജ് എന്ന സംവിധാനം ഒരു സഹകരണ മെഡിക്കൽ കോളേജാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജല്ല, ഷെയർ എടുത്തിട്ടുണ്ടാക്കിയതാണ്. അതിന് സ്വകാര്യ മെഡിക്കൽ കോളേജാണെന്നും കരുണാകരൻ്റെയും MV രാഘവൻ്റെയും സ്വകാര്യ സ്വത്താണെന്നും പറഞ്ഞുകൊണ്ട് കൂത്തുപറമ്പിൽ 5 പേർ വെടികൊണ്ട് മരിക്കേണ്ടി വന്നു, അല്ലേ? അപ്പോൾ ഇത് മുഴുവൻ സ്വകാര്യവൽക്കരണത്തിനെതിരെ പൊതുമേഖലയെ അട്ടിമറിക്കലാണ് തുടങ്ങിയിട്ടുള്ള ഒരു ക്ലാസിക്കൽ ലെഫ്റ്റ് എന്ന് ഞാൻ പോലും വിളിക്കുന്നില്ല, ഒരു പഴഞ്ചൻ ഇടതുപക്ഷത്തിൻ്റെ തത്വജ്ഞാനവും തലയിലേറി നടക്കുന്ന ആളുകളുടെ പരാജയ സമ്മതമാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. ഇപ്പം അവർ പറഞ്ഞു, ഞാനാണ് ഈ കൊച്ചിൻ്റെ അച്ഛൻ. ആരെങ്കിലും ആയിക്കോട്ടെ. പണ്ട് സോളമൻസ് വിസ്ഡം എന്ന് പറയുന്നത് പോലെ കൊച്ചിനെ ആര് വളർത്തിയാലും വേണ്ടില്ല, എൻ്റെ കൊച്ചാണെന്ന് എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് UDF ഇവിടെ നിൽക്കുന്നത്. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. 91-ലെ ഗവൺമെൻറ് വന്നു. കരുണാകരൻ ഗവൺമെൻറ്റും നരസിംഹറാവു ഗവൺമെൻറ്റും ഒരുമിച്ചാവുന്നു. ഒരേ ദിവസമാണ് ഇലക്ഷൻ നടന്നത്. ഇപ്പോഴത്തെ മാതിരിയല്ല, ഒരേ ദിവസമാണ് വരുന്നത്. അങ്ങനെ വന്നപ്പോൾ ഈ മാറ്റങ്ങൾ വന്നു. അവിടെ മൻമോഹൻ സിംഗ് വന്നു. അതിൽ തന്നെ നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് K. കരുണാകരൻ. അപ്പം അന്ന് ഞാൻ ലീഡറോടൊക്കെ വളരെ അടുപ്പമുള്ളൊരു കാലമാണ്. ഞാൻ ചോദിച്ചു, എന്താണ് മാറ്റം? അദ്ദേഹം പറഞ്ഞു, മൻമോഹൻ സിംഗ് ധനമന്ത്രി ആയതുകൊണ്ട് ഇന്ത്യ മാറാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് മൻമോഹൻ സിംഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ലീഡർ പറയുന്നത് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. ഞാനിന്ന് 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. എനിക്ക് അദ്ദേഹം പറയുന്നത് വളരെ ഗൗരവത്തിൽ ഞാൻ കേട്ടു. പക്ഷേ ഇന്ത്യ പിന്നീട് മാറിയ മാറ്റം ചെറുതല്ലല്ലോ. ആ മാറ്റത്തെ BJP ഗവൺമെൻറ്റും മുന്നോട്ട് കൊണ്ടുപോയി. BJP ഒരു കാലത്ത് ഇതിനെയൊക്കെ എതിർത്തിരുന്നു, പക്ഷേ എങ്കിൽ പോലും അതിനെ മുന്നോട്ട് കൊണ്ടുപോയി. 91-ൽ വന്ന സംഭവം ഞാൻ ഒരു വിശദമായിട്ട് പറയാം. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹത്തിനെ കനകൻ എന്നാണ് വിളിക്കുക, അദ്ദേഹത്തിൻ്റെ പേര് ഡിക്രൂസ് എന്നാണ്,
നിങ്ങൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യണം. അല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇൻ്റർവ്യൂ ചെയ്യണം. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനപ്പോൾ ഇവിടെ പൊതുപ്രവർത്തനമൊക്കെ ഉണ്ടല്ലോ, MBRൻ്റെ അടുത്ത് ആർക്കും അങ്ങനെ പോയി പറയാനൊന്നും അങ്ങനെ അത്ര പേടിയാണ്, അത്ര അടുക്കാൻ പറ്റാത്ത ഒരാളാണ്. ലീഡറുടെ അടുത്ത് പോയി പറഞ്ഞു. അതേ ലീഡർക്ക് ഒരു കപ്പലൊക്കെ എൻ്റെ ഒരു മാതൃകയെ കൊടുത്ത് വന്നു, നമുക്ക് വിഴിഞ്ഞത്ത് കപ്പൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ഉത്സാഹമായി. അപ്പോൾ MBR തുറമുഖ മന്ത്രിയാണ്. തുറമുഖ മന്ത്രി ആയത് സത്യത്തിൽ അഴീക്കൽ പോർട്ട് കണ്ണൂർ ശരിയാക്കുന്നതിൻ്റെ ഉദ്ദേശം വെച്ചിട്ടാണ്. അപ്പോൾ ഈ കനകൻ എന്ന് വിളിക്കപ്പെടുന്ന ഡിക്രൂസ് അദ്ദേഹം പറഞ്ഞു, നമുക്ക് ചരക്ക് കൊണ്ടുവരാം. അത് ഈ പോർട്ടല്ല, അന്ന് ഈ പോർട്ടില്ല, മൈനർ പോർട്ടാണ്. വിഴിഞ്ഞെന്ന് പറയുന്നത് മൈനർ പോർട്ടാണ്, കേരള ഗവൺമെൻറ്. ആ പോർട്ടിലാണ് ആദ്യമായിട്ട് ബോക്സൈറ്റ് ഗുജറാത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് പത്രങ്ങളൊക്കെ, മാതൃഭൂമി അത് വലിയ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തു, മനോരമ എല്ലാ പത്രം കൊടുത്തെങ്കിലും മനോരമയുടെ KR ചുമ്മാർ, നിങ്ങളുടെയൊക്കെ മുമ്പുള്ള ഒരു എന്താ പറയുക ഡോയൻ ഓഫ് ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തമാശയായിട്ട് ശ്രീലൻ എന്ന പങ്ക്തിയിൽ എഴുതി, കരുണാകരനും MV രാഘവനും കൂടെ ക്യാപ്റ്റനെ വിളിച്ചപ്പോൾ ക്യാപ്റ്റൻ ഒരു കള്ളിമുണ്ടും എടുത്തു കുത്തി ഒരു മുറിവിടിയും വലിച്ചിട്ടാണ് വന്നത്, ഇതാണോ കപ്പൽ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. അപ്പോൾ ഞാൻ ചുമ്മാരായിട്ട് പറഞ്ഞു, ഇത് കപ്പലാണെങ്കിൽ ഇത് കടലിലെ കളവണ്ടികളാണ്, ഇനി വലിയ കപ്പൽ വരും, അതിൻ്റെ ഒരു തുടക്കമാണിത് എന്ന് പറഞ്ഞ് ആദ്യമായി ചരക്ക് ഇറക്കുന്നത് ആ കാലത്താണ് ഈ പോർട്ട്. പിന്നെ രാജവംശത്തിൻ്റെ കഥകളും തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കഥകളൊക്കെ അത് വേറെയാണ്. ഞാൻ പറഞ്ഞ സ്വതന്ത്ര ഭാരതത്തിലെ കാര്യമാണ്. അത് കഴിഞ്ഞ് ഞാൻ കഥകൾ നിർത്തിയിട്ട് പറയാം. 95 കൊച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത്. അന്ന് ചീഫ് സെക്രട്ടറി R രാമേന്ദ്രൻ നായരാണ്. ആരാണ്? കുമാർ ഗ്രൂപ്പുമായിട്ട്, ആന്ധ്രയിലെ കുമാർ ഗ്രൂപ്പുമായിട്ടാണ് ഒപ്പിടുന്നത്. ഇത് പിണറായി വിജയൻ മറച്ചു വെച്ചു. ഞാനിതിൽ ഇടപെടില്ലായിരുന്നു. ഗവൺമെൻറ് അവരുടെ കാര്യം പറയട്ടെ. ഒരു ഗവൺമെൻറ് മുൻകാല ഗവൺമെൻറ്റുകളെ പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല, അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്, രാഷ്ട്രീയമല്ലേ. പക്ഷെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നുണ പറഞ്ഞു. നുണ പറയാൻ മുഖ്യമന്ത്രിക്ക് അവകാശമില്ല, സത്യം പറയാതിരിക്കാം. പക്ഷെ 96-ലാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനം തുടങ്ങിയത് എന്ന പ്രസ്താവന കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയും പറയാത്തൊരു നുണയാണ്. ഞാൻ അദ്ദേഹത്തെ നുണയൻ എന്ന് വിളിക്കുന്നില്ലെങ്കിൽ പോലും ഈ ലൈറ്റ്, ബ്ലാക്ക് ആൻഡ് ലൈ, അത് പിണറായി വിജയൻ പിൻവലിക്കണം. 91 92 തുടങ്ങി, ഇനി ഒപ്പിട്ടത് തൊട്ട് പറയണ്ടേ ചീഫ് സെക്രട്ടറി. മറ്റേത് നമ്മൾ ബോക്സൈറ്റ് കൊടുന്നതൊക്കെ വിടുക, കസ്റ്റംസ് സ്പോട്ടാക്കി, അതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം പങ്കെടുത്ത ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ, MBRൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി എന്ന രീതിയിൽ. എന്നിട്ട് ഈ 95 നടന്ന കാര്യം ഇപ്പോൾ സുരേഷ് ബാബു, കിൻഫ്രയുടെ സുരേഷ് ബാബു, അതുപോലെ തന്നെ ഇപ്പോൾ വിസിലിൻ്റെ ഡയറക്ടറായിട്ട് വന്നില്ലേ ജയകുമാർ, അവരൊക്കെ ഇതിൽ പങ്കെടുത്തവരല്ലേ, അവരൊക്കെ ജീവിച്ചിരിക്കുകയല്ലേ. അത് ഒന്നാമത്തെ നുണ. എന്താ 96-ലെ ഗവൺമെൻറ് ചെയ്തത്? നയനാർ ഗവൺമെൻറ്, അന്ന് ഷൺമുഖദാസാണ് പിന്നെ മന്ത്രി. നമ്മുടെ കുറവങ്കോണത്താണ് കുമാർ ഗ്രൂപ്പിൻ്റെ ഓഫീസ്. ആ ഓഫീസ് എനിക്കറിയാം, റാവു എന്ന് പറഞ്ഞ ഒരാളാണ് റൺ ചെയ്തിരുന്നത്. ഞങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ പോകും. അവിടെ ചെന്നപ്പോൾ എന്താണ്, അവർക്കൊരു അപ്പോയിൻമെൻറ്റ് പോലും കൊടുത്തില്ല. ഈ ഷൺമുഖദാസിനെ കാണാൻ അവിടുന്ന് ആൾ വന്നു, ആന്ധ്രയിൽ നിന്ന്. ഇദ്ദേഹം തിരുവല്ലയ്ക്ക് പോയി. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി പൊളിച്ചു. അതാണ് നായനാർ ഗവൺമെൻറ്റിൻ്റെ ഒരു സംഭാവന. ഒപ്പം തന്നെ പരിയാരവും പൊളിച്ചു. ദോഷം പറയരുതല്ലോ. പരിയാരത്ത് ലോക്കൽ നെയ്മിൽ പത്രങ്ങളിൽ വാർത്ത വന്നു, പരിയാരത്ത് ഒരു സ്ത്രീ പ്രസവിച്ചു എന്ന് വെച്ചാൽ ഒന്നുകൂടെ നടന്നിരുന്നില്ല. പരിയാരം ഫലത്തിൽ പൂട്ടാരായി, ഗവൺമെൻറ് ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ അവിടുത്തെ MBBS പഠിച്ച കുട്ടികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത സ്ഥിതി വന്നു. അങ്ങനെ പരിയാരവും പൊളിച്ചു, വിഴിഞ്ഞവും പൊളിച്ചു, സമാധാനമായി. പക്ഷേ 2001 AK ആൻ്റണി വന്നു. ഞാൻ വേഗം പറഞ്ഞു പോകാം. AK ആൻ്റണി വന്നപ്പോഴും ഭാഗ്യവശാൽ MBR തന്നെയാണ് തുറമുഖ മന്ത്രി. ആ ഗവൺമെൻറ് അതിവേഗം മുന്നോട്ട്. അപ്പോഴേക്കും MBRൻ്റെ കുറേ കൂടെ പിന്നെ അറിവും ഒക്കെ ആയല്ലോ. അത് ഏതെല്ലാം പോർട്ടുകളിൽ പോയെന്നറിയും. ജയകുമാർ അത് എഴുതിയിട്ടുണ്ട്. റോട്ടർഡാം, നമ്മൾ സാധാരണ അറിയുന്നൊരു സ്ഥലമല്ലല്ലോ. മാൾട്ട, എന്തിന് സൗത്ത് ആഫ്രിക്കയിലെ തുറമുഖങ്ങൾ, കേപ്പ് ടൗൺ, ഇങ്ങനെ ലോകത്തെ വൻകിട തുറമുഖങ്ങളൊക്കെ അദ്ദേഹം പോയി കണ്ടു. അദ്ദേഹത്തിന് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ, പക്ഷെ എന്നാൽ അദ്ദേഹത്തിനൊരു തടസ്സമല്ല. പരിഭാഷകരെ വെച്ച് അദ്ദേഹം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. കേരളം കണ്ട ഏറ്റവും ദക്ഷിണാശാലിയായിട്ടൊരു മന്ത്രി MV രാഘവൻ വന്നു. ഇന്ന് ജയകുമാറിനോട് പറയായിരുന്നു, വിമാനത്തിലിരുന്ന് അദ്ദേഹം ആലോചിച്ചതാണ്
വന്നിറങ്ങുമെന്ന് പറയണം. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന വിസിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കമ്പനി രൂപീകരിച്ചു. ആ കമ്പനി രൂപീകരണമാണ് ഇന്നും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കമ്പനി രൂപീകരിച്ചത് 2004. അപ്പോൾ 95 ഒപ്പിട്ടു. 2004 കമ്പനി രൂപീകരിച്ചു, ടെൻഡർ ചെയ്തു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്ന് ഇതേപോലെ തറക്കല്ലിടാനായിട്ട് പദ്ധതി ഇട്ടപ്പോഴാണ് ചൈനീസ് കമ്പനി ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ചൈനീസ് കമ്പനി ആയിക്കോട്ടെ എന്ന് പറഞ്ഞവരാ. ഞാനന്ന് മലയാളം എന്ന് പറയുന്ന വാരികയിൽ എഴുതി ചൈന പേടി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ചൈനയിൽ തന്നെ വേറെ ആധാരമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള യുദ്ധം കണ്ടില്ലേ? ജപ്പാൻ ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്യുന്നു. ചൈനയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് എഴുതിയ ഒരാളാണ് ഞാനെങ്കിലും. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിലിറ്ററി ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് 2005 നടക്കാതെ. അച്യുതാനന്ദൻ കുറച്ചുകൂടെ പോസിറ്റീവായിരുന്നു നായനാർ ഗവൺമെൻറ്റിനേക്കാൾ. അദ്ദേഹം സർവകക്ഷി യോഗം വിളിച്ചു, MVRനെയും ക്ഷണിച്ചു. മുൻ മന്ത്രി എന്ന നിലയ്ക്കാണ് വിളിച്ചത്. കാരണം അന്ന് MVR തോറ്റിട്ടിരിക്കുകയാണ്. അന്നത്തെ ഇലക്ഷനിൽ നമ്മൾ പരാജയപ്പെട്ടു 2006. അങ്ങനെ റിവേഴ്സ് ടെൻഡർ എന്നുള്ള ഒരു സജഷൻ MVR വെച്ചു. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇതേ ടെൻഡർ എടുക്കാൻ ആളുണ്ടോ എന്ന്. ഇവരത് വീണ്ടും വിളിച്ച്, വീണ്ടും ആഗോള ടെൻഡർ വിളിച്ചു. ആഗോള ടെൻഡർ വിളിച്ച് അത് കേസായി, വഴക്കായി, കുളമായി. അതുകൊണ്ട് KM വിജയകുമാർ, തിരുവനന്തപുരത്തുകാരനാണ്, നമ്മുടെ സ്നേഹിതനാണ്. അദ്ദേഹം കിറ്റ്കോ എന്ന് പറയുന്ന സ്ഥാപനത്തെ കൊണ്ട് ഭൂമി ഏറ്റെടുക്കാൻ തുടങ്ങി. വലിയ സമരങ്ങൾ വന്നു. ആദ്യമായി വിഴിഞ്ഞത്തിനെതിരെ സമരം. അപ്പോൾ ഞങ്ങളൊക്കെ ഇടപെട്ടു, ഇതിന് ഭൂമിയുടെ ഒന്നും ആവശ്യമില്ല, ഇത് കടലിൽ നിന്ന് റിക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധിയും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. അപ്പോൾ ഉമ്മൻചാണ്ടിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഉമ്മൻചാണ്ടി ഇടയ്ക്ക് വെച്ച് മുഖ്യമന്ത്രി ആയല്ലോ. ആന്റണി ഗവൺമെൻറ് പോകുന്ന അവസാന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഉമ്മൻചാണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ് സ്റ്റഡീഡാണ്. കെ ബാബുവാണ് മന്ത്രി. കെ ബാബുവിൻ്റെ പേര് മറക്കരുത്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മുടെ അജണ്ടയിൽ വന്നു. കണ്ണൂർ എയർപോർട്ട്, ആരും ചിന്തിച്ചിട്ടില്ലാത്ത മെട്രോ വിഴിഞ്ഞം. അപ്പോൾ ഞാൻ വീണ്ടും പ്ലാനിംഗ് ബോർഡ് മെമ്പറാണ്. അന്ന് പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ട് വന്ന KM ചന്ദ്രശേഖർ, അദ്ദേഹം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ ചീഫ് സെക്രട്ടറി, ക്യാബിനറ്റ് സെക്രട്ടറി ആണല്ലോ. അദ്ദേഹം എല്ലാവരുമായിട്ട് വളരെ അടുപ്പമാണ്. അദാനിയായിട്ടും ഒക്കെ വളരെ. അദ്ദേഹം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഇന്ത്യയിലെ അംബാസഡറായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഉണ്ടല്ലോ തിരുവനന്തപുരത്ത്, നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കണം. അദ്ദേഹത്തിൻ്റെ എല്ലാ നേതൃത്വത്തിൽ ഞങ്ങളീ അപ്പോൾ അന്ന് വിജയരാഘവൻ നമ്മുടെ പ്ലാനിംഗ് ബോർഡ് മെമ്പറാണ്. അദ്ദേഹം നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ CEO. ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. കൂട്ടത്തിൽ ശ്രീധരനേട്ടനുണ്ട് പ്ലാനിംഗ് ബോർഡ് മെമ്പറായിട്ട്, മെട്രോ. അപ്പോൾ ഞങ്ങൾ 4 ഈ പ്ലാനിംഗ് ബോർഡിൽ. മെട്രോ ശ്രീധരനൊക്കെ പറയുന്നത് ഞാനതിലത്തെ ശിശുവാണ്, ഞാൻ പൊതുപ്രവർത്തകൻ. അപ്പോൾ അവരുടെ 3 പേരുടെയും എൻ്റെ ഭാഗത്തു നിന്നുള്ള പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ, അവരുടെ ഒരു വലിയ ചിന്തയാണ് ഇതെന്തായാലും വരണം. മറന്നു പോകാൻ പാടില്ലാത്ത പേരാണ് ഗജേന്ദ്ര ഹാൾഡിയ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പെർട്ട്. അദ്ദേഹമാണ് അന്നത്തെ പ്ലാനിംഗ് കമ്മീഷന് എല്ലാ കാര്യങ്ങളുടെ ഉപദേശം മാത്രമല്ല, കൃത്യമായ രേഖകൾ കൊടുത്തിരുന്നു. മോണ്ടേക് സിംഗ് അലുവാലിയാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചെയർമാൻ. അപ്പോൾ ഇന്ന് ഞാൻ KMCയെ വിളിച്ച്, KM ചന്ദ്രശേഖരനെ വിളിച്ച് പറഞ്ഞു, മോണ്ടേക് സിംഗ് ഇവിടുത്തെ പ്രസംഗമൊക്കെ എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴും അവരത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അറിയാവുന്ന പിണറായി വിജയൻ അല്ലെങ്കിൽ LDF സർക്കാർ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് അവരുടെ മാത്രമാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് ഈ ഒരു സമ്മേളനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു പൊതുവേദിയിൽ പറയുമ്പോൾ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ സാറിനത് കൃത്യമായിട്ട് അറിയാം. ആ കാലഘട്ടം മുതൽ ഇതിൻ്റെ അവസാന കാലം ഈ നിൽക്കുന്നത് വരെ സാറിന് അതിൻ്റെ ഓരോ വിവരങ്ങളും സാർ ഇപ്പോൾ തികച്ചും വ്യക്തമായിട്ട് അത് വ്യക്തമാക്കിയിട്ട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് LDF സർക്കാരിൻ്റെ ആണെന്ന് പറയുന്നതിൽ എന്താണതിൽ നാണക്കേട് തോന്നുന്നു. എനിക്ക് ലജ്ജ തോന്നുന്നു. ഞങ്ങളൊക്കെ പ്രവർത്തിച്ച പാർട്ടിയാണല്ലോ CPM. പൊതുവിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കുറിച്ചൊരു ആക്ഷേപമുണ്ട്. അവർ പറയും ചരിത്രപരമായ ഭൗതികവാദം ചരിത്രത്തെ വളച്ചൊടിക്കുന്നു എന്നൊക്കെ. ഇപ്പോൾ BJPയെ കുറിച്ചായാലും കോൺഗ്രസിനെ കുറിച്ചായാലും ആരെക്കുറിച്ചും പൊതുവിൽ ചരിത്രത്തിൻ്റെ അവകാശികൾ ഇടതുപക്ഷം എന്നാണ് പറയുക. പക്ഷെ അവർക്കൊരവസരം കിട്ടുമ്പോൾ ചരിത്രത്തെ വളച്ചൊടിക്കുകയല്ല, വെട്ടിക്കൊല്ലുക ചരിത്രത്തെ. ഈ ഇരട്ടത്താപ്പ് തന്നെയാണോ താങ്കൾ ഇതിൽ നിന്ന് മാറാൻ തന്നെ കാരണം? വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. കാരണം ഇങ്ങനെ ആളുകളെ അറ്റാക്ക് ചെയ്യുക, ഇത്തരത്തിലുള്ള നുണകൾ പറയുക, അപ്പം അത് വേറൊരു സബ്ജക്റ്റാണ്. എങ്കിലും കാര്യങ്ങളെ വികൃതമായിട്ട് അവരുടെ ശത്രുവിനെ ഉന്മൂലനം ചെയ്യുക, ചരിത്രത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക, ജീവിതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക, പാർട്ടിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക,
ഇത്തരത്തിലുള്ള ഉന്മൂലന സിദ്ധാന്തമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധപതിച്ചതുകൊണ്ടുകൂടിയാണല്ലോ ഇന്ന് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ താഴത്തേക്ക് പോയില്ലേ. സത്യസന്ധത ഇല്ലായ്മ. ഇപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണം അവർക്ക് ജനാധിപത്യമൊന്നുമില്ല. ഞാൻ 84 തൊട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. ഇപ്പോഴും ചൈനയിൽ പോകുന്നുണ്ട്, പാർട്ടിയായിട്ടുള്ള ബന്ധമല്ല. അവർ സത്യസന്ധരാണ്. അവർ പറഞ്ഞു ഞങ്ങൾ സ്വകാര്യ മൂലധനം കൊണ്ടുവരും. സ്വകാര്യ മൂലധനവും ചൈനയുടെ അധ്വാനവും കൂടെ ചേർന്നാലേ ചൈന വികസിക്കൂ. ഇപ്പോൾ സോഷ്യലിസം ഒന്നും ഉണ്ടാവില്ല, 100 കൊല്ലം കഴിയും. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൈനീസ് വിപ്ലവം നടന്നത് 1948. 100 കൊല്ലവും കൂടെ കഴിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എന്ന് പറയുന്നത് CPM നുണ പറയുകയാണ്, സത്യസന്ധരല്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് തന്നെ അദാനിക്ക് കൊടുക്കുന്നതിനെതിരെ കൊടി പിടിച്ചവരാണ് ഇവരെല്ലാം. പിന്നീട് ഇപ്പോൾ അദാനി സുഹൃത്തായി, ഇപ്പോൾ പാർട്ണറായി എന്നൊക്കെ പറയുന്നു. അതിലേക്ക് വരാം. അദാനി വാസ്തവത്തിൽ അത് ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം ഇപ്പോൾ വൈറലായല്ലോ 2 ദിവസം കൊണ്ട്. ഇവർ ടെൻഡറൊക്കെ കൊടുത്തപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ടെൻഡർ ഫോം, അല്ല 100 രൂപയുടെ ഫോമിലല്ല ഒപ്പിടുന്നത്. ഈ ടെൻഡറൊന്നും അല്ലല്ലോ, ടെൻഡർ കിട്ടുമെന്നാണ് വിചാരിച്ചത്. അദ്ദേഹം നിയമസഭയിൽ സത്യസന്ധമായിട്ട് ഉമ്മൻചാണ്ടി പറഞ്ഞു ടെൻഡർ കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ടെൻഡറിൻ്റെ യാതൊരു കാറ്റും കാണുന്നില്ല. ഒടുവിലാണ് നമ്മൾ ഈ ടെൻഡർ കൊടുക്കുമെന്ന് പറയേണ്ടി വരും എന്ന് വിചാരിച്ചില്ല. അദാനിയുടെ ഒരു ടെൻഡർ മാത്രം കിട്ടി. അവിടെ ഞാൻ വീണ്ടും ഹാൽഡിയെ കോട്ട് ചെയ്യാണ്. ഹാൽഡിയെ കൃത്യമായിട്ട് പ്ലാനിംഗ് കമ്മീഷനെ കൃത്യമായ അതിൻ്റെ ബ്ലൂ ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അല്ലാതെ വെറുതെ വർത്തമാനം പോളിസി അല്ല, അതിൻ്റെ കൃത്യമായ ചട്ടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. സിംഗിൾ ടെൻഡർ വന്നാൽ എന്ത് ചെയ്യണം? BOTയിൽ ഏറ്റവും ലോവസ്റ്റ് ടെൻഡറാണല്ലോ സിംഗിൾ ടെൻഡർ. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. അതിനുവേണ്ടി പ്ലാനിംഗ് ബോർഡിൽ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മൾ തുടങ്ങി. എന്തിന്? ഈ ഇത്തരത്തിലുള്ള BOT പോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള എക്സ്പെർട്ടായിട്ടുള്ള ഒരു വനിതാ ഓഫീസറെ നമ്മൾ വെച്ചു. KMC ഉണ്ട്, ഹാൽഡി ആയിട്ടാണ് അവർ ബന്ധപ്പെടുക. അപ്പോൾ ഹാൽഡിയുമായിട്ടുള്ള നിരന്തര ബന്ധത്തിൽ കൂടി ആരോപണം വരരുതല്ലോ. ആരോപണം വരാതിരിക്കാൻ വേണ്ടി പ്ലാനിംഗ് കമ്മീഷൻ്റെ സ്റ്റിപ്പുലേഷൻസ് മുഴുവൻ പാലിച്ചിട്ടാണ് സംസാരിക്കുക. അതിൽ KV തോമസ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലല്ലോ. KV തോമസിൻ്റെ വീട്ടിലാണ് മീറ്റിംഗ്. പക്ഷെ KV തോമസ് സത്യസന്ധമായി തോമസ് മാഷ വീട്ടിൽ ഉമ്മൻചാണ്ടി, KMC, എല്ലാവരും ഞാൻ പേര് പറയുന്നില്ല, അദാനി ഉള്ള ആൾക്കാരെല്ലാം വന്നു. എന്നോട് KMC തന്നെ പറഞ്ഞു ഒരു 15 മിനിറ്റ് ഉമ്മൻചാണ്ടി അദാനിയോട് സംസാരിച്ചു. അതെ, ആ 15 മിനിറ്റാണ് ചരിത്രത്തെ മാറ്റിമറിച്ചത്. അദ്ദേഹം വന്നു, എടുത്തു. ഉമ്മൻചാണ്ടിക്കും പല പ്രതിസന്ധി ഉണ്ടായിരുന്നു. അദാനിയെ കോൺഗ്രസിനും ഇഷ്ടമല്ല, അത് മനസ്സിലാക്കണം. അദാനി കോൺഗ്രസിൻ്റെ ഗുഡ് ബുക്സ് ഉള്ള ആളല്ല. പക്ഷെ അതിലാണ് ഉമ്മൻചാണ്ടി എടുത്തത്. അത് നമ്മൾ കാണാതെ പോകരുത്. ഇപ്പോൾ മറ്റുള്ള കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായി അദാനി അപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടുത്തെ പല രാഷ്ട്രീയ അല്ല, AICCയുടെയും ഗുഡ് ബുക്സിലല്ല അദാനി. പക്ഷേ ഉമ്മൻചാണ്ടി കേരളത്തിന് വേണ്ടി അദാനി എങ്കിൽ അദാനി, വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, ആ കൊടുത്തു. ഇന്നിപ്പോൾ കെ കരുണാകരൻ, അതുപോലെ തന്നെ AK ആൻ്റണി, അവരുടെ എല്ലാം തുറമുഖ മന്ത്രിയായിട്ടുള്ള MV രാഘവൻ, ഉമ്മൻചാണ്ടി, K ബാബു, അതിനുശേഷമുള്ള അവിടെ കല്ലെടുത്ത് വെച്ച തൊഴിലാളി അടക്കം, അവിടെ വെയിലത്ത് കല്ലെടുത്ത് പണിത ആൾക്കാർ, അവർക്കൊരു നന്ദി പറഞ്ഞോ? ഇവർ ഒരു തൊഴിലാളി പാർട്ടിയല്ലേ, ഇത്രയും വലിയ പുളിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇത്രയും കഠിനാധ്വാനം. അധ്വാനം നിസ്സാരമാണോ? വലിയ അധ്വാനമല്ലേ? ഈ 6000 ശിഷ്ടം രൂപ, 6550 കോടി സംതിങ് അവരൊരു കണക്ക് പറയുന്നുണ്ട്. ഇത് സംസ്ഥാന സർക്കാർ, ഈ സംസ്ഥാന സർക്കാരിന് ഇത്ര കോടി രൂപ എവിടെ നിന്നാണ്? ഈ ജനങ്ങളുടെ ജനങ്ങൾക്കൊരു നന്ദി പറഞ്ഞു, അത് ജനങ്ങളോട് പറഞ്ഞോ? അപ്പം ഇവർ 2-3 ആളും ഭാര്യയും മോളും കൊച്ചുമോളും ഒക്കെ കൂടിയായിട്ടുള്ള ഒരു പരിപാടിയാണിത് എന്ന മട്ടിൽ ഇതിനെ തരം താഴ്ത്തിയത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിലും ഒരു കറുത്ത പൊട്ടായിട്ട് അവശേഷിക്കുകയാണ്. ഈ ഒരു ചർച്ച നമ്മൾ അവസാനിക്കുന്നതിന് മുമ്പായിട്ട്, ഇതൊരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു തന്ത്രം LDF സർക്കാർ വിജയിച്ചു എന്ന് സാറിന് തോന്നുന്നുണ്ടോ? LDF സർക്കാർ എക്സ്പോസ് ചെയ്യപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന്, തുറന്ന് കാണിക്കപ്പെട്ടു. രണ്ടാമത്തെ ഒരു വിഷയം, ഇന്നലെ വാസവൻ പറഞ്ഞ ഒരു പദപ്രയോഗം, അദ്ദേഹത്തിന് കർമ്മയോഗി അല്ലല്ലേ, പാർട്ട്ണർ അല്ല, മുഖ്യമന്ത്രി ഒന്ന് പ്രകീർത്തിച്ചായിരുന്നു. അതൊന്നും ഇവിടെ വിഷയമല്ല, അതൊക്കെ അവരുടെ പ്രശ്നം, അതല്ല വിഷയം.
കേരള ഗവൺമെൻറ്റിൻ്റെ പാർട്ട്ണറാണോ അദാനി? അല്ല, ഹീസ് എ കൺസെഷനെയർ. അത് രേഖയിലുണ്ട്, കൺസെഷനെയർ എന്നുള്ള വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കല്ല. അതായത് ഗവൺമെൻറ് 40 വർഷത്തേക്ക് കൺസെഷൻ കൊടുത്തിട്ടുള്ള, പ്രത്യേക അനുവാദം കൊടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അത് കൺസെഷനെയറാണ്, പാർട്ട്ണറല്ല. ഉടനെ പ്രധാനമന്ത്രി അത് കയറ്റി പിടിച്ചു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പ്രധാനമന്ത്രിയൊന്നും വാസവം പറഞ്ഞതിനോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന മന്ത്രി പറഞ്ഞതിനോടൊന്നും പ്രതികരിക്കരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ പ്രധാനമന്ത്രി രാഷ്ട്രീയക്കാരനാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇതാ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ പാർട്ട്ണറായിട്ട് അദാനി വന്നിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, അദാനിയെയും നരേന്ദ്രമോദിയെയും എപ്പോഴും കോറിലേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കോൺഗ്രസ് പാർലമെൻറ്റിൽ, അല്ലേ? അതിൽ ഇന്ത്യ സഖ്യത്തിലുള്ള കക്ഷിയാണ് CPM, അല്ലേ? അപ്പോൾ ഇന്ത്യ സഖ്യം ഭരിക്കുന്ന കേരളത്തിൽ അദാനി പാർട്ട്ണറായി. അപ്പോൾ എഴുതി തയ്യാറാക്കിയ പ്രസംഗമല്ല. അപ്പോൾ എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ നിന്ന് മാറി ഒരു സംസ്ഥാന മന്ത്രിയെക്കുറിച്ചൊന്നും പ്രധാനമന്ത്രി പറയേണ്ട കാര്യമില്ല. എങ്കിൽ പോലും വാസവൻ പിൻവലിക്കണം ആ സ്റ്റേറ്റ്മെൻറ്റ്. ഗവൺമെൻറ് ഓഫ് കേരള പിൻവലിക്കണം. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ സംഗതി മാറിയില്ലേ? ഗവൺമെൻറ്റിന് പാർട്ട്ണറുണ്ടോ? ഗവൺമെൻറ് എന്താ വല്ല കച്ചവടമാണോ? ഗവൺമെൻറ് സോവറിനല്ലേ, രാജാവിന് പാർട്ട്ണർഷിപ്പ് ഉണ്ടോ? അപ്പോൾ നമ്മളിവിടുത്തെ രാജാക്കന്മാരല്ലേ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺസെഷൻ കൊടുത്തിട്ടുള്ള ഒരു കൺസെഷനെയർ മാത്രമാണ് അദാനി. അത് ചീഫ് സെക്രട്ടറി എഴുതി കൊടുത്തില്ല. പിന്നെ നമ്മുടെ IAS ഓഫീസർമാർ ഉണ്ടല്ലോ ഇതിൻ്റെയൊക്കെ പുറകിൽ, അവരൊക്കെ ഫോട്ടോ എടുപ്പൊക്കെ ആയിട്ട് നടക്കുകയാണ്. എന്തുകൊണ്ട് വാസവൻ അവിടെ ഡെലിവറിയൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ചെയ്തത്. വാസവൻ്റെ പ്രസംഗം നല്ല പ്രസംഗമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് വാസവൻ എഴുതി കൊടുത്ത പ്രസംഗത്തിൽ ഇത്രയും വമ്പിച്ചൊരു തെറ്റ് വന്നു? ആരെഴുതി പാർട്ട്ണർന്ന്? ഇപ്പം ഞാനിതിൻ്റെ ഒരുപാട് ഉള്ളറകളിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം ഞാൻ KMCയെ വീണ്ടും ഉദ്ധരിക്കുകയാണ്. അദ്ദേഹമൊക്കെ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രധാനമന്ത്രിക്ക് അയക്കുമ്പോൾ 3 ഡ്രാഫ്റ്റാണ്. ഫസ്റ്റ് ഡ്രാഫ്റ്റ്, സെക്കൻഡ് ഡ്രാഫ്റ്റ്, തേർഡ് ഡ്രാഫ്റ്റ്. അത്രയും ശ്രദ്ധിച്ചാണ് പ്ലാനിംഗ് ബോർഡൊക്കെ ഒരു കത്തയക്കുന്നത്. കാരണം ഒരു കുത്തോ കോമയോ തെറ്റാൻ പാടില്ല. കാരണം സ്റ്റേറ്റാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് വാസവൻ തെറ്റ്? ഞാൻ വാസവനെ കുറ്റം പറയില്ല. വാസവനിപ്പോൾ ഈ കൺസെഷനെയറും പാർട്ട്ണറും തമ്മിലുള്ള ടെക്നിക്കാലിറ്റി മനസ്സിലാവണമെന്നില്ല. ആരാണ് എഴുതിയത്? അതിനുവേണ്ടി IAS ഓഫീസറുണ്ടല്ലേ, അതിനുവേണ്ടി ഒരു IAS ഓഫീസറില്ലേ? അവരാണോ എഴുതിയത്? വ്യക്തമാക്കണം. എന്തുകൊണ്ട് ചീഫ് സെക്രട്ടറി നോക്കിയില്ല? ജയത്തിലക്കല്ലേ ചീഫ് സെക്രട്ടറി. ശാരദാ മുരളീധരൻ മാറിയല്ലോ. മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പ്രസംഗങ്ങൾ ശ്രദ്ധിക്കണ്ടേ? അപ്പോൾ ഇപ്പോൾ വന്ന് BOTയെ എതിർത്ത ആളുകളുടെ പാർട്ട്ണറായിട്ട് അദാനി മാറിയിരിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയിട്ടാണ് ഇട്ടത്, എങ്കിലും വലിയ പാളിപ്പോയി. അതിൽ BJPയെ കുറിച്ചൊരു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. BJPയും വെപ്രാളവും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. BJPക്ക് പ്രധാനമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്. ഇപ്പോൾ നിതിൻ ഗഡ്കരിയെപ്പോലുള്ള ആളുകൾ, അവരൊക്കെ വളരെ തുറന്ന രീതിയിലാണ് കേരളത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കേരളത്തിനല്ല, എല്ലാ സ്റ്റേറ്റിനും വേണ്ടി ചെയ്യുന്നു. അതിനിടയിൽ കൂടെ രാജീവ് ചന്ദ്രശേഖർ അവിടെ പോയത് ശരിയോ തെറ്റോ അത് വേറൊരു വിഷയം. അദ്ദേഹം ഭീമൻ രൂപ കളിക്കേണ്ട കാര്യമില്ലായിരുന്നു, മുദ്രാവാക്യമൊന്നും വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതൊക്കെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാം അധികപ്പറ്റായി. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിൽ ഒരു രാഷ്ട്രീയ അധികപ്പറ്റ് ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ഇതൊക്കെ തുറന്നു കാണിക്കണം, ഇതൊന്നും ശരിയല്ല. അതുകൊണ്ട് വിഴിഞ്ഞം എന്നുള്ളത് നമ്മുടെ നാടിനൊരു വലിയ സന്തോഷമാണ്. ഇപ്പം ഞങ്ങളൊക്കെ ദുഃഖിക്കുകയാണോ? അല്ലല്ലോ, ഞങ്ങളൊക്കെ വളരെ മതിമറന്ന് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആര് കൊണ്ടുവരട്ടെ, ഞാൻ സോളമൻസ് വിസ്ഡം എന്ന് പറഞ്ഞ പോലെ ഏതമ്മ വളർത്തിയാലും വേണ്ടില്ല എൻ്റെ കുഞ്ഞിനെ കൊല്ലരുത് എന്ന് പറഞ്ഞതുപോലെ വിഴിഞ്ഞത്തെ വളർത്തിയത് ആരുമാവട്ടെ, നല്ല കാര്യം. അതിന് പകരം ഇതിൻ്റെ ആൾ ഞാനാണ് എന്ന് പറഞ്ഞ് പമ്പര വിഡ്ഢിത്തം അവസാനം പാർട്ട്ണർഷിപ്പിലെത്തി. അതറിയാതെ പറഞ്ഞതാണെങ്കിലും വലിയ ഒരു വിരോധാഭാസമായി പോയി. എന്തായാലും CPM
കാണിക്കുന്നത് നുണപറച്ചിലാണ്, ചരിത്രത്തെ നിഷേധിക്കാൻ ശ്രമിക്കുകയാണ്, നിഷേധിക്കപ്പെടാൻ പോകുന്നവരായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.